ജംഷീർ, പാലക്കാട്ട് എന്താണ് ചിത്രം ജംഷീർ? എന്ന് വെച്ചാൽ മെനഞ്ഞാന്ന് രാവിലെ വരെ വലിയ ഊർജ്ജസ്വലനായി അതിരാവിലെ ഓഫീസ് തുറന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വീടുകൾ കയറി വോട്ട് ചോദിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് ഇന്നലെ മുതൽ അപ്രത്യക്ഷനായിരിക്കുന്നു. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, സംസ്ഥാനം വിട്ടോ എന്നറിയില്ല. അപ്പോൾ എന്താണ് പാലക്കാട് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? അവിടുത്തെ പ്രവർത്തകർക്കൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇന്നും പതിവ് പോലെ ഓഫീസ് തുറക്കുമായിരിക്കും, രാഹുൽ എത്താൻ സാധ്യതയില്ല. എന്താണ് പാലക്കാട്ട് നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ജംഷീർ? സേഫൻ ദിവ്യ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അജ്ഞാതനായി തുടരുന്നു അല്ലെങ്കിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് പോലും ഇപ്പോഴും ഒരു കൃത്യമായ വിവരമില്ല എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നിലവിൽ ഇപ്പോൾ പാലക്കാട്ടേക്ക് തന്നെ രാഹുൽ അല്ലെങ്കിൽ പാലക്കാട്ട് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ തമിഴ്നാട്ടിലേക്ക് കടന്ന് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ പാലക്കാട് തന്നെ തുടരുന്നു, രഹസ്യ കേന്ദ്രത്തിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷെ അതിനൊന്നും തന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇല്ല എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം നേതാക്കന്മാർക്ക് പോലും, ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം എവിടെയാണെന്ന് സംബന്ധിച്ച വ്യക്തതയില്ല. ഇന്നലെ രാവിലെ, വെള്ളിയാഴ്ച ഇന്നലെ രാവിലെ അല്പസമയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണായത്. പിന്നീട് ഫോൺ ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ MLA വാഹനം പാലക്കാട്ടെ ഒരു ഫ്ലാറ്റിൽ, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ വ്യാഴാഴ്ച വൈകുന്നേരം ആണ് അദ്ദേഹത്തെ ഈ യുവതി അല്ലെങ്കിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതെ സുഹൃത്തിൻ്റെ വാഹനത്തിലായിരുന്നു അദ്ദേഹം പോയത് എന്നുള്ള വിവരം നമ്മൾ നേരത്തെ നൽകിയിരുന്നു. കാരണം വളരെ ആക്റ്റീവായിട്ട് തന്നെ പാലക്കാട് നഗരത്തിൽ സജീവമായി നിൽക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. താൻ ഇനി ഇവിടെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല വൈകുന്നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയിലേക്ക് പോകുമ്പോഴാണ്, അത് കണ്ണാടിക്കൽ പഞ്ചായത്തിലെ പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ ആ പരിപാടിയിൽ നിന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ തന്നെ നേരെ തിരിച്ച് പാലക്കാട് നഗരത്തിലേക്കും അവിടെ നിന്ന് MLA ഓഫീസ് പരിസരത്തേക്കും വരികയാണ്. അവിടെ വെച്ചാണ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ചില സുഹൃത്തുക്കളെ ഫോണിൽ ബന്ധപ്പെടുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പിന്നെ ഈ MLA ഓഫീസ് പരിസരത്ത് നിന്ന് പോകുന്നത്. അവസാനമായി അദ്ദേഹത്തിന് ഫോൺ ഓണായിരുന്നത് അപ്പോൾ MLA ഓഫീസ് പരിസരത്ത് വെച്ചായിരുന്നു. MLA വാഹനം അവിടുന്ന് മാറ്റിയതിന് ശേഷം സുഹൃത്തിൻ്റെ വാഹനത്തിലായിരുന്നു അദ്ദേഹം ഇവിടുന്ന് പോരുന്നത്. വൈകുന്നേരം 5:45 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. 6 മണിയോട് കൂടി അദ്ദേഹത്തിൻ്റെ 6:10 കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു. പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം സത്യം ജയിക്കുമെന്നൊരു കുറിപ്പിട്ടതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറക്കുകയും ചെയ്തിരുന്നു. കാരണം രാവിലെ നമ്മളൊക്കെ ലൈവിൽ നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാനില്ല, ഓഫീസ് അടഞ്ഞു കിടക്കുന്നു, ഓഫീസ് പൂട്ടിപ്പോയി എന്ന് പറഞ്ഞ് വാർത്ത നൽകിയിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം രാവിലെ 9 മണിയോട് കൂടി ചില ജീവനക്കാർ വന്ന് ഓഫീസ് തുറന്നു. ഓഫീസ് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇന്ന് ഇപ്പോൾ 9 മണിയിൽ കൂടി ഓഫീസ് തുറക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഓഫീസ് ഒരു പക്ഷേ തുറക്കുമായിരിക്കും. പക്ഷേ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. സേഫൻ ദിവ്യ.